ഹലോ ഫ്രണ്ട്സ്, SL ക്ലാസ്സസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നൊരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ 2 ചാപ്റ്ററുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൽ തിയറി പോർഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. തിയറി നമുക്ക് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ പറയുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക. വെക്റ്റേഴ്സ്, സ്കാലാർ എന്നും വെക്ടർ എന്നും ക്വാണ്ടിറ്റികൾ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസ് എന്നാണ് നമ്മൾ വെക്റ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനും കൂടെ വരുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വെക്റ്റേഴ്സിൽ പറയുന്നത്. അതിൽ ഏറ്റവും മെയിനായിട്ട് വെക്റ്റേഴ്സിൻ്റെ അഡിഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട് പാരലലോഗ്രാമിലോ. പിന്നെ വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും ഉണ്ട്. റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഐഡിയകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിനിലെ 2 തരം മോഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് പ്രൊജക്ടൈൽ മോഷനാണ്, മറ്റൊന്ന് സർക്കുലാർ മോഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഈ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, 2 forces 3 Newton and 4 Newton are acting perpendicular to each other. The magnitude of the resultant force is. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്കറിയാം. ഫോഴ്സ് ഈസ് എ വെക്റ്റർ. സ്കാലാർസിനെ കുറിച്ചും വെക്റ്റേഴ്സിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, ഈ തരത്തിലുള്ള ക്വാണ്ടിറ്റികളെല്ലാം വെക്റ്റേഴ്സ് ആണ്. ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക്, എനർജി, ടൈം തുടങ്ങിയ ക്വാണ്ടിറ്റികളൊക്കെ സ്കാലേഴ്സ് ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയിലേക്ക് 2 ഫോഴ്സുകൾ ഒരേ സമയത്ത് ആക്ട് ചെയ്യാണ്. അവർ ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ആ 2 ഫോഴ്സുകളുടെ വാല്യൂ തന്നിട്ടുണ്ട്. 3 Newton and 4 Newton. നമ്മളൊരു ബോഡിയിലേക്ക് വരുന്നതായിട്ട് അത് വരച്ച് കാണിച്ചാൽ അങ്ങനെ ഉണ്ടാവണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി ആവാം. ഈ ബോഡിയിലേക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു 3 Newton ഫോഴ്സ് വരുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഇതിന് 90 ഡിഗ്രിയിലായിക്കൊണ്ട് 4 Newton എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലിയർ ആണ്, ഇവർക്കിടയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. 2 വെക്റ്റേഴ്സിന്റെ റിസൾട്ടന്റ് കാണാൻ, റിസൾട്ടന്റ് ഓർ അഡിഷൻ, 2 വെക്റ്റേഴ്സ് ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ടോട്ടൽ, അത് കാണാനുള്ള ഒരു ഫോർമുലയാണ് പാരലലോഗ്രാം ലോയിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √(a² + b² + 2ab cos θ. വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു പോയിന്റ് ആണ്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിചാരിക്കും 3ഉം 4ഉം അല്ലേ, 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 4 = 7 എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇല്ല, നമുക്കൊരിക്കലും വെക്റ്റേഴ്സിന് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളും കൂടെ നോക്കിയിട്ടേ നമുക്കതിനൊരു ടോട്ടൽ റിസൾട്ട്, അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫോഴ്സുകൾ എങ്ങനെ ഒരു ബോഡിയിലേക്ക് വന്നാലും, ഈ 3 Newtonഉം 4 Newtonഉം സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലോജിക്കലി 3 Newtonഉം 4 Newtonഉം ഇങ്ങനെ ഈ ബോഡിയിലേക്ക് വരുന്നു. അല്ല, 3 Newton അങ്ങോട്ട് പോകുമ്പം 4 Newton ഇങ്ങോട്ട് വരുന്നു. അല്ല, ഈ കാണിച്ചതുപോലെ വരുന്നു. ആ റിസൾട്ടൊക്കെ ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലും അല്ല. ഓപ്പോസിറ്റ് വരുമ്പോൾ തന്നെ ആ ഐഡിയ മാറി അല്ലേ. അതേസമയം സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല റിസൾട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയയും ആംഗിൾ എന്ന് പറയുന്ന ചില കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളിലേക്ക് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 2 വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ, 2 സ്കാലാർസിനെ അല്ല 2 വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിലെ എയും ബിയും 2 വെക്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ ആ വാല്യൂസ് ആണ് 3ഉം 4ഉം. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? √(3² + 4² + 2 × 3 × 4 × cos 90 എന്നാണ് വരിക. കാരണം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. cos 90 വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാവും. cos 90യുടെ വാല്യൂ 0 ആണ്. അതാണെങ്കിൽ ഈ ടേം പിന്നെ മുഴുവനും നമ്മൾ എഴുതേണ്ട കാര്യമില്ല.
cos 90 is 0. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, റൂട്ട് ഓഫ് 9 പ്ലസ് 16, റൂട്ട് ഓഫ് 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ 3ഉം 4ഉം ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എത്രയായിരിക്കും? 5 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഇത് വെക്ടേഴ്സിന്റെ ഒരു ബേസ് മനസ്സിലാവാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, the parallelogram law is used to find the resultant of two vectors. Find the magnitude of the resultant of two vectors in terms of their magnitudes and angle between them. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രണ്ട് ഫോഴ്സുകളെ ആഡ് ചെയ്തപ്പോൾ നമ്മളൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ആഡ് ചെയ്തല്ലേ. ആ ഇക്വേഷൻ ഉണ്ടാക്കിയത് എങ്ങനെ? ഇത് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു റൂളായിരുന്നു പാരലലോഗ്രാം ലോ. ആ ലോ പറയുന്നത് ഏതെങ്കിലും ടു വെക്ടേഴ്സിന്, നമ്മളിപ്പോൾ ഒരു വെക്ടറിന് ഇങ്ങനെ വരയ്ക്കുകയാണ്. സി ദിസ് ഈസ് വെക്ടർ എ. ഓക്കെ, ഇങ്ങനെ ഒരു വെക്ടർ വരയ്ക്കുകയാണ്, വെക്ടർ ബി. ഇങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു ലൈന് വരച്ചിട്ട് ഒരു ആരോ കൊടുക്കുന്ന തരത്തിലാണ് നമ്മളൊരു വെക്ടറിനെ ഡ്രോ ചെയ്ത് കാണിക്കുക. ഈ രണ്ട് വെക്ടേഴ്സിനെയും ആഡ് ചെയ്യാൻ പാരലലോഗ്രാം ലോ എന്നൊരു കൺസെപ്റ്റ് പറയുകയാണ്. ഈ രണ്ട് വെക്ടേഴ്സിനെയും ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ് ആവുന്ന തരത്തിൽ നമ്മളൊന്ന് ഡ്രോ ചെയ്ത് ഉണ്ടാക്കണം. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എ എന്ന വെക്ടർ അതുപോലെ ഒന്നും കൂടി വരയ്ക്കുക. ഇതേ വെക്ടർ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് മെഷർ ചെയ്ത് വരയ്ക്കുന്നത് നന്നാവും. സെയിം വെക്ടർ എ വരയ്ക്കുന്നു. ഓക്കെ, വെക്ടർ എ. അടുത്തതായിട്ട് ഈ വെക്ടറിന്റെ ടെയിലിലേക്ക്, ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ടെയിൽ എന്നും ഹെഡ് എന്നുമാണ് പേര് വിളിക്കുക. ഈ എയുടെ ടെയിലിലേക്ക് ബി എന്ന വെക്ടർ കാണുന്നുണ്ടല്ലോ. ബിയുടെ ടെയിൽ ഈ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ ബിയെ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈസ് മാറിപ്പോവരുത്. ഇതിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, ഒരു ചരിവുണ്ടല്ലോ, ആ ചരിവ് മാറിപ്പോവരുത്. ആ തരത്തിൽ നമ്മൾ ബിയെ അതേപോലെ എടുത്തിട്ട് ഇവിടെ വെക്കുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ നമ്മളത് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അല്ലേ, വെക്ടർ ബി. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വരയ്ക്കണേ. അപ്പോൾ ടെയിലും ജസ്റ്റ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പാരലലോഗ്രാം ഫിനിഷ് ചെയ്യാം. അതിനുവേണ്ടി ഇതിൻ്റെ ഒരു പാരലൽ സൈഡ് ഇവിടെ വരയ്ക്കണം. ഓക്കെ, കറക്റ്റ് നിങ്ങൾ സ്കെയിൽ എടുത്ത് വരക്കണം. ഇതിൻ്റെ ഒരു പാരലൽ സൈഡ് ഇവിടെയും വരയ്ക്കണം. അപ്പോൾ നമ്മളതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുക അല്ലേ. ആ പാരലലോഗ്രാം വരച്ചതിന് ശേഷം ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊരു സംശയം. ഓക്കെ, എന്തായാലും ഇതിങ്ങനെ ചെയ്യാം, നോക്കിക്കോളൂ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ, ഈ ടെയിലും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട്, ഞാനത് വേണമെങ്കിൽ വേറൊരു കളറിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഡയഗണൽ വരയ്ക്കുക, ആരോട് നമ്മുടെ പാരലോഗ്രാം ലോ പറയുകയാണ്, ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്നതായിരിക്കും ആ വെക്ടേഴ്സിൻ്റെ റിസൾട്ടായ വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ട് ഓർ വെക്ടർ ആർ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഐഡിയയിലൂടെ ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നത്, ഈ വെക്ടർ എ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ ഇവിടുന്ന് നേരെ താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക, 90 ഡിഗ്രി ഉണ്ടാകുന്ന തരത്തിൽ. അങ്ങനെ ഡയഗ്രത്തെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു. ഞാൻ ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കുകയാണ് ഓരോ പോയിന്റുകൾക്കും. ഇത് ഒ, ഇത് എം, ഇത് എൻ, ഇത് പി. ഒരു ആംഗിൾ കാണിക്കുകയാണ്. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി, ഇതാണ് അവർക്കിടയിലുള്ള ആംഗിൾ, മേ ബി തീറ്റ. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടേഴ്സും കിട്ടി. നമ്മൾ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ 90 ഡിഗ്രി നിർത്താൻ കണ്ടില്ലായിരുന്നോ? 90 ഡിഗ്രി എല്ലായിടത്തും വരണം എന്നില്ലല്ലോ, ഏത് ആംഗിളും വരാമല്ലോ. 30 വരാം, 60 വരാം. അതുപോലെ നമ്മളിവിടെ ഒരു എനി ആംഗിൾ തീറ്റയും കൂടെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറൊക്കെ വരച്ചപ്പോൾ നമുക്കിവിടെ ഒരു വലിയൊരു ട്രയാങ്കിൾ കാണാം, ട്രയാങ്കിൾ ONP. ആ ട്രയാങ്കിളിൻ്റെ, ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതായത് OP എന്ന് പറയുന്ന സൈഡാണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ട റിസൾട്ട് അല്ലേ. നമ്മളങ്ങനെ ആലോചിക്കുക, എന്താണ് നമുക്ക് കാണേണ്ടത് ഈ റിസൾട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം നമുക്ക് എഴുതാം, OP സ്ക്വയർ എന്ന് പറയുന്നത്
അല്ലേ? ഈ സൈഡിൻ്റെ സ്ക്വയർ ഒ പി സ്ക്വയർ എന്ന് പറയുന്നത് ഒ എൻ സ്ക്വയർ പ്ലസ് എൻ പി സ്ക്വയർ ആയിരിക്കും. ഒ എൻ സ്ക്വയർ പ്ലസ് എൻ പി സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ എൻ തൊട്ട് ഇവിടം വരെ നീളല്ലേ, അതിന് നമുക്ക് വേണമെങ്കിൽ ഒ എം പ്ലസ് എം എൻ എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? അപ്പോൾ ഒ എന്നിന് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, ഒ എം പ്ലസ് എം എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈ വാല്യൂ നമുക്കറിയാം എൻ പി സ്ക്വയർ, അങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രാക്കറ്റ് കാണാം, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നൊക്കെ എഴുതിയതുപോലെ അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നു? ഒ എം സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒ എം ഇൻറ്റു എം എൻ പ്ലസ് എം എൻ സ്ക്വയർ. അത്രയും ഈ ബ്രാക്കറ്റ് റിമൂവ് ആയി. പ്ലസ് ഒരു എൻ പി സ്ക്വയറും കൂടി ഉണ്ട്, അപ്പോൾ പ്ലസ് എൻ പി സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതിയതുപോലെ. നമുക്ക് ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. അതിന് മുന്നേ ഈ ഡയഗ്രത്തിൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കാണിക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്, തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്താൽ ഇതും സെയിം തീറ്റ തന്നെയായിരിക്കില്ലേ? കാരണം ഇതേ ലൈന് തന്നെയാണല്ലോ, ഈ സൈഡാണല്ലോ ഈ കാണുന്നതും, പാരലലോഗ്രാം അല്ലേ? ദെൻ ഇതേ ലൈനിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ കൊടുത്താൽ ഇതും എന്ത് തന്നെ എന്ന് പറയാം? ഇതേ ആംഗിളായ തീറ്റ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ കിട്ടി, ട്രയാങ്കിൾ എം എൻ പി. ട്രയാങ്കിൾ എം എൻ പിയിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ എഴുതാൻ പോവാണ്. എന്തായിരിക്കും ഈ ട്രയാങ്കിൾ എം എൻ പിയിൽ നിന്ന് കോസ് തീറ്റ എഴുതിയാൽ എന്തായിരിക്കും കിട്ടുക? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് എം എൻ ആണ്, എം എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എം പി. അപ്പോൾ എം എൻ ഡിവൈഡഡ് ബൈ എം പി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എം എൻ കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം, എം പി ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എം പി കോസ് തീറ്റ ഈക്വൽ ടു എം എൻ ആയില്ലേ? അപ്പോൾ എം എൻ എന്ന് പറയുന്നത് എം പി കോസ് തീറ്റ. ആ വാല്യൂ അവിടെ നിൽക്കട്ടെ. ഇതേ ട്രയാങ്കിളിൽ നിന്ന് അടുത്ത നമ്മൾ കാണുന്നു എന്തായിരിക്കും സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എൻ പി അല്ലേ? അപ്പോൾ എൻ പി ഡിവൈഡഡ് ബൈ വീണ്ടും ഹൈപ്പോട്ടിന്യൂസ് എം പി. ഓക്കെ, ഈ സൈഡ്. ദെൻ ഇതിൽ നിന്ന് എൻ പി കിട്ടാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ എം പി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോൾ എം പി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ പി എന്ന് കിട്ടില്ലേ? അപ്പോൾ എൻ പി ഈസ് ഈക്വൽ ടു എം പി സൈൻ തീറ്റ. ആക്ച്വലി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ രണ്ട് സൈഡുകൾ കണ്ടോ, എം എൻ എൻ പി, ഇത് രണ്ടും നമ്മളെ ആദ്യത്തെ പാരലലോഗ്രാമിൽ ഇല്ലാതിരുന്ന രണ്ട് സൈഡ്സ് ആണ് അല്ലേ? അപ്പോൾ ആ സൈഡ് കണ്ടുപിടിക്കുക, അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ കോസ് തീറ്റ സൈൻ തീറ്റ ഒക്കെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ദെൻ ഈ കിട്ടിയ എം എന്നും എൻ പിയും നമ്മൾ നേരത്തെ നിർത്തിവെച്ച ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒ എം സ്ക്വയറിൽ മാറ്റമൊന്നുമില്ല, അപ്പോൾ ഒ എം സ്ക്വയർ അങ്ങനെ തന്നെ പ്ലസ് 2 ഇൻറ്റു ഉണ്ടോ ഈ ഒ എമ്മിൻ്റെ ഒ എം അങ്ങനെ തന്നെ നമുക്ക് എഴുതാം, ഒ എം ഇൻറ്റു എം എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഴുതുന്നു എം പി കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എഴുതുന്നു എം പി കോസ് തീറ്റ പ്ലസ് വീണ്ടും വന്നു എം എൻ, പക്ഷെ ഒരു സ്ക്വയറും കൂടിയുണ്ട്. അപ്പോൾ എം എന്നിന് എം പി കോസ് തീറ്റ കൊടുത്തിട്ട് സ്ക്വയർ ഇടാം. അപ്പോൾ എം പി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് അവസാനത്തെ ടേം വരുന്നു എൻ പി സ്ക്വയർ. എൻ പി എന്ന് പറയുന്നത് എം പി സൈൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താലോ? അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ കൊടുക്കേണ്ടി വരും, എം പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നു എം പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യത്തെ ടേം മാറ്റുന്നില്ല, പ്ലസ് 2 ഇൻറ്റു ഒ എം ഇൻറ്റു എം പി കോസ് തീറ്റ. അത്രയും നേരത്തെ മുകളിലുള്ള അതേ സ്റ്റെപ്സ് ഞാൻ എഴുതി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടിലും എം പി സ്ക്വയർ ഒരു കോമൺ ടേം ആണ് അല്ലേ? അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കി ഉണ്ടാവുക കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നല്ലേ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ് എന്ന് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ 1 ആയി. ഓക്കെ, ഏകദേശം നമ്മൾ ഡെറിവേഷൻ തീരാണ്. ലെഫ്റ്റ് സൈഡിൽ തുടങ്ങിയത് ഒ പി സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ ആ ഒ പി സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇനി പിക്ചറിലേക്ക് നോക്കിയിട്ട് ഇതിൽ ഓരോരുത്തരെയും ആർ എന്നോ എ എന്നോ ബി എന്നോ തരത്തിൽ മാറ്റണം. നോക്കാം, ഒ
OP അതാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ടായ R. A plus B equal to R. അപ്പോൾ OP സ്ക്വയറിന് പകരം R സ്ക്വയർ is equal to OM എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വെക്ടറായ A അല്ലേ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ OM സ്ക്വയറിന് പകരം A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഓക്കെ വീണ്ടും OM വന്നു, OMന് പകരം വീണ്ടും കൊടുത്തു A. അടുത്തത് MP. ശ്രദ്ധിച്ചോളെ, MP എന്ന് പറയുന്നത് ഈ സൈഡാണല്ലേ ഈ കാണുന്നത്. അതേസമയം പാരലലോഗ്രാമിൽ ഈ സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡിന് ഈക്വൽ ആയിരിക്കില്ലേ. ഇത് ഓൾറെഡി B അല്ലേ. അപ്പോൾ MPക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? B. അപ്പോൾ MPക്ക് പകരം കൊടുത്തു B ഇൻറ്റു കോസ് തീറ്റ പ്ലസ് വീണ്ടും വന്നു MP സ്ക്വയർ. MP അത് B ആണ്. അപ്പോൾ MP സ്ക്വയറിന് പകരം B സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷനായി R സ്ക്വയറിൽ നിന്ന് R കിട്ടാൻ റൂട്ട് ഓഫ് A സ്ക്വയർ എഴുതാം പ്ലസ് ഈ B സ്ക്വയർ വേണമെങ്കിൽ ആദ്യം എഴുതാം പ്ലസ് 2AB കോസ് തീറ്റ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ്. പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ വരച്ചിട്ട് ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിക്കണം. റെഡി ആണല്ലോ. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വെക്ടറിൻ്റെയും അഡിഷൻ കാണാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. A boy throws a cricket ball with a velocity u at an angle theta with the horizontal. What is the path followed by the ball? At the highest point, what are the vertical and horizontal components of velocity? Derive the expressions for time of flight and horizontal range of the ball. ഓക്കെ, മോഷനിലെ പ്ലെയിൻ മോഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ഒരു പോയിന്റ് ആയിരുന്നു പ്രൊജക്ടൈൽ മോഷൻ അല്ലേ. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ബോഡി എടുത്തിട്ട് ഒരു ആംഗിളിലേക്ക് എറിയുക. ജാവലിൻ ത്രോ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അത്ലറ്റ്സൊക്കെ നമ്മൾ എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് വളരെ ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു നോക്കാം. എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി പോകുന്ന ആ മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുന്നത്. പ്രത്യേകത ഇതാണ്, ആ ബോഡിയുടെ മോഷനെ ഗ്രാവിറ്റി മാത്രമായിരിക്കണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് വിട്ടതിന് ശേഷം അതിൽ വേറൊരു എൻജിനോ മെഷീനോ ഒന്നും ഉണ്ടാവരുത്, വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ടാവരുത്, ഗ്രാവിറ്റി അല്ലാതെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ബോഡി എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ വരച്ച് കാണിക്കാറുണ്ട്. ഇതാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ എറിയുന്ന ഒരു പാത്ത് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. അതിൽ ഒരു പോയിന്റിൽ നമ്മളൊരു ബോഡി എറിയുക. ഇങ്ങനെയാണ് നമ്മൾ എറിയുക വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u ആൻഡ് ആൻ ആംഗിൾ തീറ്റ. പക്ഷെ അത് എറിഞ്ഞു കഴിഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഈ കാണിച്ചത്. എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് ഇത് ബോഡി പോവുക. ഈ പാത്തിനെ നമ്മൾ ട്രാജക്ടറി എന്നാണ് പേര് വിളിക്കുക. ഈ ട്രാജക്ടറിയുടെ ഷേപ്പിനെ പരാബോള എന്നുമായിരിക്കും പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ഇനി അതിലൂടെ ചോദിച്ചിരിക്കുന്നത് ഈ ബോഡിയുടെ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഉള്ള കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പം ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഈ വെലോസിറ്റി വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ ഐഡിയ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടർ റെസൊല്യൂഷൻ. ഈ ചാപ്റ്ററിലെ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു വെക്ടറിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ആ വെക്ടറിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് വെക്ടേഴ്സ് ആക്കി മാറ്റാം. വീണ്ടും ആ രണ്ട് വെക്ടേഴ്സും വെക്ടർ സം ചെയ്താൽ ഈ ഒറിജിനൽ വെക്ടർ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് കമ്പോണൻസ്. ഈ വെലോസിറ്റിയെ നമ്മൾ കമ്പോണന്റ് ആക്കിയാൽ ഒരു കമ്പോണന്റ് ഇങ്ങനെയും ഒരു കമ്പോണന്റ് ഇങ്ങനെ അപ്വേർഡ്സുമായിരിക്കും ഉണ്ടാവുക. ഈ കമ്പോണന്റിനെ നമ്മൾ u ഇൻറ്റു കോസ് തീറ്റ എന്നും ഈ കമ്പോണന്റിനെ നമ്മൾ u ഇൻറ്റു സൈൻ തീറ്റ എന്നുമാണ് പറയാം. ഇതാണ് ഇതിൻ്റെ ഇനീഷ്യലി ഉള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും. ഈ വെലോസിറ്റിയുടെ ഈ വെലോസിറ്റി മാറുന്നുണ്ടോ, കോൺസ്റ്റന്റ് ആണോ, വേരിയബിൾ ആണോ എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലാണ് നമ്മൾ അതിന് ആൻസർ പറയേണ്ടത്. ഇതിൻ്റെ u കോസ് തീറ്റ എന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഈ ബോഡിയെ ഇനി എഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്കറിയാം വെർട്ടിക്കലി ഡൗൺ ആണ്, താഴേക്കാണ്. അതേസമയം യു കോസ് തീറ്റ നേരെ മുന്നോട്ടേക്കാണ്. അതുകൊണ്ട് യു കോസ് തീറ്റേനെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ജി എന്ന ഗ്രാവിറ്റിക്ക്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് പറ്റില്ല. അതുകൊണ്ട് യു കോസ് തീറ്റയ്ക്ക് എന്ത് വാല്യൂ, ഇപ്പോൾ 5 എന്നായിരുന്നോ ഇത്
ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ, ആ 5 എന്ന വാല്യൂ ഈ മോഷൻ ത്രൂ ഔട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടെ അവസാനിക്കുന്നത് വരെ ആ വാല്യൂവിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതങ്ങനെ തന്നെ തുടരും. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos theta ഈസ് കോൺസ്റ്റന്റ്. അതേസമയം യു സൈൻ തീറ്റ എന്ന് പറയുന്നത് വേർട്ടിക്കലായിട്ട് നിൽക്കുന്ന ആളാണ്, ഗ്രാവിറ്റി നിൽക്കുന്നത് വേർട്ടിക്കലായിട്ടാണ്. അതുകൊണ്ട് ഗ്രാവിറ്റി ഈ വെലോസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്വേർഡ് ജേണി, നമ്മൾ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈനിൽ തൊട്ട് മുമ്പിലത്തെ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ അപ്വേർഡ് ജേണിയിൽ മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും വെലോസിറ്റി കുറയുകയാണ് ചെയ്യുക, സ്പീഡ് അങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ ഒരു ടോപ്പ് ഹൈറ്റിലെത്തും, ദെൻ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുകയും ചെയ്യും. അതേ സ്വഭാവം നിങ്ങൾക്ക് ഈ യു സൈൻ തീറ്റയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ യു സൈൻ തീറ്റ അപ്വേർഡ് ജേണിയിൽ, അതായത് ഇതിനെ നമ്മൾ 2 ഹാഫ് ആക്കിയാൽ അപ്വേർഡ് ജേണി നടക്കുന്ന ആദ്യത്തെ ഹാഫിലാണ്, രണ്ടാമത്തെ ഹാഫിൽ ഇത് താഴേക്കാണ്, ഡൗൺവേർഡ് ജേണിയാണ് അല്ലേ. അപ്വേർഡ് ജേണിയിൽ അതായത് ഫസ്റ്റ് ഹാഫിൽ യു സൈൻ തീറ്റ ഡിക്രീസ് ചെയ്യും, സെക്കൻഡ് ഹാഫിൽ യു സൈൻ തീറ്റ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഈ യു സൈൻ തീറ്റ കുറഞ്ഞ് യു സൈൻ തീറ്റ എന്തായി മാറിയിട്ടുണ്ടാകും? 0 ആയി മാറിയിട്ടുണ്ടാകും. അതേസമയം യു കോസ് തീറ്റയോ അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴും ആരവിടെ ഉണ്ട്? യു കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ 0 ആയിട്ടില്ല, അത് ആ വാല്യൂ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് അവിടെ വന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ. ടോപ്പ് ഹൈറ്റിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും എന്തായിരിക്കും? ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസ് തീറ്റ, വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ 0. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഐഡിയ നമുക്ക് ഇതിൻ്റെ പല ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മളോട് ചോദിച്ചത് 2 ക്വാണ്ടിറ്റികൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഈ പ്രൊജക്ടൈൽ ഫ്ലൈ ചെയ്യാനെടുത്ത ടോട്ടൽ ടൈം. ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ പ്രൊജക്ടൈൽ മൊത്തം മൂവ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ട ടോട്ടൽ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ പ്രൊജക്ടൈലിൻ്റെ ഈ പോയിന്റിനെ എ എന്ന് വിളിച്ചാൽ, ഈ പോയിന്റിനെ ബി എന്ന് വിളിച്ചാൽ, എ ടു ബി ഉള്ള ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യുക. കൺസിഡർ മോഷൻ ഫ്രം എ ടു ബി. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഹൊറിസോണ്ടലിനെയും വെർട്ടിക്കലിനെയും വേറെ വേറെ എടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എ ടു ബിയിലെ മോഷനിൽ വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ ചില ഡാറ്റകൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോളെ. ഒന്ന്, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് നോക്കേണ്ടത്? വെർട്ടിക്കൽ വെലോസിറ്റി. വെലോസിറ്റി ഇവിടെ ഇപ്പം 3 ഉണ്ട്. യു ഉണ്ട്, യു കോസ് തീറ്റ ഉണ്ട്, യു സൈൻ തീറ്റ ഉണ്ട്. അതിൽ യു സൈൻ തീറ്റ ആയിരുന്നു ഇനീഷ്യലി ഉള്ള വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ അവിടെ നമ്മൾ എഴുതി യു സൈൻ തീറ്റ. ഓക്കെ, അടുത്തത് എഴുതുന്നു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് എത്ര? ഈ പോയിന്റും ഈ പോയിന്റും ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, ശരിയല്ലേ? പക്ഷെ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ എടുത്താൽ മുകളിലൊക്കെ പോയിരുന്നു, പക്ഷേ ആ ബോഡി തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെ എത്തിപ്പോയി. അപ്പോൾ ഈ പോയിന്റും നോക്കുമ്പം വെർട്ടിക്കലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് 0യാണ്. 0യോ? അതെ, 0. അപ്പം പോയിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതില്ല എന്ന് പറഞ്ഞിട്ടില്ല. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു 0. ദെൻ നമ്മൾ എടുക്കുന്നു വെർട്ടിക്കൽ ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് അപ്വേർഡ് ജേണിയും ഉണ്ട്, ഡൗൺവേർഡ് ജേണിയും ഉണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിരുന്നു ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞ കേസ്, ഓർമ്മയില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്വേർഡും ഡൗൺവേർഡും ഉണ്ടെങ്കിൽ ആദ്യം എങ്ങോട്ട് പോയി എന്നാണ് നോക്കേണ്ടത്. ആദ്യം പോയത് അപ്വേർഡ് ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് -g. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ അതിനെടുക്കുന്നു ക്യാപിറ്റൽ T. ഇതാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ആണ് S = ut + ½ AT². ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിന് പകരം എന്ത് എഴുതാം? 0 = യുവിന് പകരം എന്ത് എഴുതാം? യു സൈൻ തീറ്റ.
ആ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു ടി, അതാണ് നമുക്ക് കാണേണ്ട ക്യാപിറ്റൽ ടി, മൈനസ്, കാരണം ഈ വരാൻ പോകുന്ന എയുടെ സ്ഥാനത്ത് മൈനസ് ജി ആയതുകൊണ്ട് ഞാൻ ഈ പ്ലസ് ആൾറെഡി അങ്ങ് മൈനസ് ആക്കി. സോ മൈനസ് ഹാഫ് എക്ക് പകരം ജി, വീണ്ടും ടിക്ക് പകരം ക്യാപിറ്റൽ ടി സ്ക്വയർ. നമുക്ക് ഈ ഹാഫ് ജി ടി സ്ക്വയറിന് മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കിട്ടും പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ബാക്കിയുള്ളത്, യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഒരു ടി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം. നമുക്ക് കാണേണ്ടത് ഇനി ടി ആണ്. അതിനുവേണ്ടി 2 അങ്ങോട്ട് കൊണ്ടുപോവാ, ജി അങ്ങോട്ട് കൊണ്ടുപോവാ. 2 അവിടെ വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് പോകും, ജി താഴേക്ക് പോകും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2u sin theta divided by g. അപ്പോൾ 2u sin theta divided by g. എളുപ്പമല്ലേ? അപ്പോൾ ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്ന ഇക്വേഷൻ. ഡെറിവേഷൻ ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എത്ര എന്നാ. ഹൊറിസോണ്ടലി ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് എ മുതൽ ബി വരെ മൊത്തം നമ്മൾ നോക്കിയാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടലി എത്ര പോയി, അതിന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന മോഷൻ ഏതാണെന്നറിയോ? ഹൊറിസോണ്ടൽ മോഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഹൊറിസോണ്ടൽ മോഷൻ, ഹൊറിസോണ്ടൽ മോഷനിലെ വെലോസിറ്റി ആയിരുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്. ആ വെലോസിറ്റിക്ക് പ്രത്യേകതയുണ്ട്, ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ വെലോസിറ്റി ഒരിക്കലും ആക്സിലറേഷൻ എഫക്റ്റ് ചെയ്യില്ല. ആ വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ്, അതാണ് നമുക്ക് കാണേണ്ട ഡിസ്പ്ലേസ്മെന്റ് ആർ. ഹൊറിസോണ്ടൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ആർ. ടൈം, ഇവിടുന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം, അത് ടൈം ഓഫ് ഫ്ലൈറ്റിന് ഈക്വൽ ആണ്. ഇത് തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തു, അത് 2u sin theta by g ആണ് അല്ലേ? ഇവിടുന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം, അത് ഇങ്ങനെ പോയാലും ഇങ്ങനെ വന്നാലും സമയം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കുമല്ലോ. ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ പറയാം, എസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, അല്ലെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ തൊട്ട് മുന്നേ വീണ്ടും ഒരു ആലോചന വരാം. നമ്മൾ നേരത്തെ എഴുതിയത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ? ഇവിടെ എന്താ എസ് ഈക്വൽ ടു വി ടി എന്നായി പോയത്? ഇതൊന്നും എടുക്കുന്നത് വെറുതെ എടുക്കുകയല്ല, ശ്രദ്ധിക്കണം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുന്നത് ആക്സിലറേറ്റഡ് മോഷനിലാണ്. ആക്സിലറേഷൻ ഉണ്ടാവണം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് വെർട്ടിക്കൽ മോഷൻ ആയിരുന്നു. വെർട്ടിക്കൽ മോഷനിൽ ജിയുടെ എഫക്റ്റ് ഉണ്ട്. അതേസമയം നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഹൊറിസോണ്ടൽ മോഷൻ ആണ്. ഹൊറിസോണ്ടൽ മോഷനിൽ ആക്സിലറേഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കാൻ പാടില്ല? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കാൻ പാടില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മെക്കാനിക്സിൽ ഒരുവിധം പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ കൺസെപ്റ്റിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഫിസിക്സ് അങ്ങ് ബുദ്ധിമുട്ടായി പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എസ് ഈക്വൽ ടു വി ടി. എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആർ. വിക്ക് പകരം എന്ത് കൊടുക്കാം? യു കോസ് തീറ്റ. ഇൻറ്റു ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2u sin theta divided by g. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു യു അഗെയിൻ യു, ദാറ്റ് ഈസ് യു സ്ക്വയർ. പിന്നെയുള്ളത് കോസ് തീറ്റ 2 sin തീറ്റ. 2 sin തീറ്റ കോസ് തീറ്റ എന്ന് വായിക്കാം. 2 sin തീറ്റ കോസ് തീറ്റയെ കുറിച്ച് എഴുതാൻ നമുക്ക് ട്രിഗണോമെട്രി ഒരു ഇക്വേഷൻ ഉണ്ട്. അത് സൈൻ 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. സൈൻ 2 തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചിൻ്റെ ഫോർമുലയായി. അപ്പോൾ ഇതാണ് റേഞ്ച് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മോഷൻ നിപ്പിളിൽ എന്നൊരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചെറിയ വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നു. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ഞാൻ ഇതിൻ്റെ അടുത്ത ലെവൽ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SL ക്ലാസ്സസ് എന്ന ഈ ചാനൽ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.